ഹായ്, വെൽക്കം ടു CBR ഹോംസ്. എൻ്റെ പേര് അഖില. നമ്മളിന്നിവിടെ നിൽക്കുന്നത് CBR ഹോംസിൻ്റെ ഡിസൈൻ സ്റ്റുഡിയോയിലാണ്. നമുക്ക് നമ്മുടെ ഓഫീസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്. സോഷ്യൽ മീഡിയ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ പ്രൊജക്റ്റുകൾ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മുടെ മൾട്ടിമീഡിയ ടീം വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിങ്ങിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ലീഡ്സിനെ പ്രൊജക്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റ് ആ ഒരു ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടീമാണ്. ആൻഡ് അവർ ഓരോ ക്ലയൻറ്റിനെയും അവരുടെ ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മുടെ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ എസ്റ്റിമേഷൻ തന്നെ രണ്ട് രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്: കൺസ്ട്രക്ഷൻ എസ്റ്റിമേഷനും ഇൻറ്റീരിയർ എസ്റ്റിമേഷനും. ഇവിടെയാണ് നമ്മുടെ കൺസ്ട്രക്ഷൻ എസ്റ്റിമേഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു 3D ഫൈനലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഡിസൈൻ എലമെൻറ്റ്സ് വരുന്നുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എത്ര ബഡ്ജറ്റ് വരും, അതേപോലെ തന്നെ മെറ്റീരിയൽ എത്രത്തോളം വരും എന്നുള്ളത് ഈ ഒരു എസ്റ്റിമേഷൻ വഴി ക്ലയൻറ്റിന് മനസ്സിലാവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ആർക്കിടെക്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ക്ലയൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ആ പല പല ഐഡിയാസും കൺസെപ്റ്റ്സും അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു ടീം. ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ വീടിൻ്റെ ഇൻറ്റീരിയറും. ആ ഒരു പേഴ്സൻ്റെ മൈൻഡിനെ റിലാക്സ് ആക്കാനും കാം ആക്കാനും അതൊരുപാട് സഹായിക്കും. നമ്മുടെ ഓരോ ഡിസൈനേഴ്സും ഓരോ ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസും ടേസ്റ്റും അനുസരിച്ചിട്ടാണ് അവരുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ക്ലയൻറ്റ് നമ്മുടെ 3Dയും എസ്റ്റിമേഷനും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷനാണ്. അതിന് മുന്നേ തന്നെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോബ്. അപ്പോൾ അതിൽ എല്ലാ ഡീറ്റെയിൽസും എല്ലാ മെഷർമെൻറ്റ്സും അതേപോലെ തന്നെ ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷനോട് കൂടിയിട്ടായിരിക്കും ഈ ഡ്രോയിങ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതാണ് നമ്മുടെ HR മാനേജറിൻ്റെ ക്യാബിൻ. നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ HR ആണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എല്ലാ ഓപ്പറേഷൻസും മാനേജ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു സ്പേസിലാണ് നമ്മുടെ ബില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റും HR അസിസ്റ്റൻറ്റും വരുന്നത്.